ചൂരൽമലയിൽ മഹാദുരന്തത്തിന്റെ വേദനാജനകമായ സ്മാരകമായി കാലും കുത്തി നിൽക്കുകയാണ് വെള്ളാർമല സ്കൂൾ. സ്കൂൾ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ നശിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഇനി അധ്യയനം വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. നിലവിൽ മേപ്പാടിയിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം വെള്ളാർമല സ്കൂളിൽ കണ്ട കാഴ്ചകൾ പങ്കുവയ്ക്കുകയാണ് മീഡിയ വൺ സംഘം. 9B ക്ലാസിന് മുന്നിൽ ഭീകരന്മാരായ കുറെ കടന്നലുകൾ തമ്പടിച്ചിട്ടുണ്ട്. പാനിക്കടന്നലാണല്ലോ ദൈവമേ, കുഞ്ഞുങ്ങളെ കുത്തുമല്ലോ എന്ന ആധിയുമായി പ്യൂൺ പ്രിയ ഓടി വന്നില്ല. പ്രിയയ്ക്ക് പേടിക്കാനില്ല, ചീത്ത പറയാൻ ഉണ്ണിമാഷും വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു കൊല്ലമായി ആരും വന്നിട്ടില്ല. വള്ളിപ്പടർപ്പുകൾ വരാന്തയും കടന്ന് ക്ലാസ് മുറികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരുക്കത്തിലാണ്. വരാന്തയിൽ പുറം ശക്തികളുടെ ഇടപെടലുകൾക്ക് കട്ട പിടിച്ച തെളിവുകളുണ്ട്. അകത്ത് അടിഞ്ഞുകൂടിയ ചെളി അങ്ങനെ ഉറച്ചുപോയിരിക്കുന്നു. അതിനു മുകളിൽ പേരിടാൻ കഴിയാത്തൊരു മൂകത തളം കെട്ടിയെന്നു. യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ടുഡേ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഭാവി. ഇത് എഴുതി വെച്ചവരടക്കം ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നറിയാനാണ് മേപ്പാടിയിൽ ചെന്നത്. അവിടെയാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ കണ്ടു. ആ ഒരു ആംബിയൻസ് കിട്ടുന്നില്ല. ഞങ്ങളുടെ സ്കൂൾ പറഞ്ഞാൽ ഞങ്ങളൊരു ജീവിതത്തിന്റെ പകുതി അതിലായിരുന്നു. അടിപൊളിയായിരുന്നു. പഴയ ഓർമ്മകൾ പറഞ്ഞാൽ അവിടെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അത് കിട്ടുന്നില്ല, എന്താ അറിയില്ല. അവിടെ ഇങ്ങനെ പുഴയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്, പഴയ ഫ്രണ്ട്സ് മിസ് ചെയ്യുന്നുണ്ട്. സ്കൂളാണ് ഏറ്റവും കൂടുതൽ. ഫസ്റ്റ് മുതലേ പഠിച്ചു വളർന്നിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു പുതിയ സ്ഥാപനത്തിലേക്ക് എന്താ പറയുക, പണ്ടത്തെ അവിടെ മുതലേ ആദ്യം മുതലേ അവിടെ തന്നെ, ഇപ്പോൾ ഇവിടെ മാറിയപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നാലെ ഉണ്ണിമാഷ് വന്നു. നഷ്ടവും വേദനയും രണ്ട് കവിളുകളിലുമായി തൂങ്ങി നിൽപ്പുണ്ട്. അത് നമുക്കിനി ഒരിക്കലും കിട്ടുകയില്ല. അത് നമുക്ക് ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. പുഴയും ആ മൈതാനവും ആ വിദ്യാലയവും ആ ചൂരൽമല അങ്ങാടിയും അതിനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ പുതിയൊരു സ്ഥലത്ത് സ്കൂൾ വരുമ്പോൾ അതേ സംസ്കാരം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കും. കാരണം അവിടെ നമ്മളിപ്പോൾ അത്രയും ആഹ്ലാദകരമായി ജീവിച്ചിട്ട് പിന്നെ ഒരു ദുരന്ത ഭൂമിയല്ലേ. അപ്പം അവിടെ ഇനി ഒരു പഠനാന്തരീക്ഷം ആ സ്കൂൾ നിലനിന്നിടത്തുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരുപക്ഷെ സാധ്യമായേക്കാം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളിക്കൂടങ്ങളിൽ ഒന്നിന്റെ ദൗർഭാഗ്യകരമായ വിധി ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരിക്കൽ വെള്ളാർമല സ്കൂളിൽ ബെല്ലടി മുഴങ്ങുമോ? ഇനി എന്തെങ്കിലും ഒരിക്കൽ ഈ പുന്നപ്പുഴയുടെ കരയിലിരുന്ന് ഉണ്ണിമാഷിന്റെ സ്പെഷ്യൽ ക്ലാസ് നടക്കുമോ? അറിയില്ല. എല്ലാറ്റിനും ഉത്തരം നൽകേണ്ടത് കാലവും പിന്നതേ ഈ അരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നപ്പുഴയുടെ ഓളങ്ങളുമാണ്. വെള്ളാർമല സ്കൂളിൽ നിന്നും ബബീഷ് കക്കോടിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ വൺ.